ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മോളുടെ സ്കൂളിലാണ്. സ്കൂളിൽ റിപ്പബ്ലിക് ഡേൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. വരുന്ന വഴിക്ക് ഫ്ലാഗ് വേണമെന്ന് പറഞ്ഞിട്ട് രണ്ടാളും വാശി പിടിച്ചപ്പോൾ രണ്ടാൾക്കും ഓരോ ഫ്ലാഗൊക്കെ വാങ്ങിച്ചു കൊടുത്തു. സ്കൂളിലാണെങ്കിൽ കുട്ടികളും ടീച്ചേഴ്സൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റേജ് ഒരു ഓറഞ്ച്, വൈറ്റ്, ഗ്രീൻ തീമിൽ റെഡിയാക്കിയിട്ടുണ്ട്. 8:15 കേട്ടോ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഇതിവിടുത്തെ ബാൻഡ് ടീമാണ് കേട്ടോ. ഇവർ ചീഫ് ഗസ്റ്റിന് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ചീഫ് ഗസ്റ്റ് വരുന്ന സമയത്ത് നല്ലൊരു പാട്രിയോട്ടിക് സോങ്ങിൻ്റെ ഈണത്തിൽ നന്നായിട്ട് തന്നെ ബാൻഡ് വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ആ ബാൻഡ് അടി കേട്ടപ്പോൾ എനിക്ക് രാജ്യസ്നേഹം ഒന്നും കൂടി കൂടിയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ ചീഫ് ഗസ്റ്റിനെയൊക്കെ വെൽക്കം ചെയ്ത് സ്റ്റേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ചീഫ് ഗസ്റ്റ് സ്റ്റേജിൽ വന്നിട്ട് പതാക ഉയർത്തലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും ഒരു ജനഗണമനയൊക്കെ പാടി കേട്ടോ. ഇങ്ങനെ ജനഗണമനയൊക്കെ കഴിഞ്ഞപ്പോൾ സ്കൂളിലെ മ്യൂസിക് ടീച്ചറും പിന്നെ കുട്ടികളും കൂടെയുള്ള ഒരു പാട്രിയോട്ടിക് സോങ് ഉണ്ടായിരുന്നു. അവരുടെ സോങ് കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പ്രൈമറി കുട്ടികളുടെ മോള് ഇൻഡിപെൻഡൻസ് ഡേക്ക് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഡാൻസ് അവൾ ചെയ്തിട്ടില്ല. കുട്ടികൾ നല്ല നല്ല രസത്തിൽ ഡാൻസ് കളിക്കുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ പ്രൈമറി കുട്ടികളുടെ ഡാൻസ് കഴിഞ്ഞപ്പോൾ പിന്നെ സെക്കൻഡറി കുട്ടികളായി ഡാൻസ്. അവരും തന്നെ നല്ലൊരു പാട്രിയോട്ടിക് സോങ് ഒക്കെ സെലക്ട് ചെയ്തിട്ട് വളരെ നന്നായിട്ട് തന്നെ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ സ്കൂളിൽ റിപ്പബ്ലിക് ഡേ ആയാലും ഇൻഡിപെൻഡൻസ് ഡേ ആയാലും ഞാനൊന്നും സ്കൂളിലോട്ട് ആ ദിവസം പോകത്തില്ല. അന്ന് ലീവായിരിക്കും. കാരണം അത്രയും ദിവസം സ്കൂളിൽ പോയിട്ട് അന്നൊരു ദിവസം ലീവ് കിട്ടുമ്പോൾ ഭയങ്കര അടിച്ചുപൊളിയായിരിക്കും. അന്ന് ഞാനൊന്നും സ്കൂളിൽ പോകലില്ല കേട്ടോ. പാരൻസൊക്കെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ബാക്കിൽ ചെയറിട്ടിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ഇന്ത്യനെ കുറിച്ചിട്ടും റിപ്പബ്ലിക് ഡേനെ കുറിച്ചിട്ടൊക്കെ ഒരു ബ്രീഫിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ സ്റ്റേജിൻ്റെ താഴെ തന്നെ ഇരിക്കുന്നത്. ഇതൊക്കെ പ്രൈമറി കുട്ടികളാണ് കേട്ടോ. ആ ബ്രീഫിംഗ് ഒക്കെ കഴിഞ്ഞപ്പം ഒരു ക്ലാസിക്കൽ ഡാൻസ് ഉണ്ടായിരുന്നു. പാട്രിയോട്ടിക് സോങ് തന്നെയായിരുന്നു അതിൽ ക്ലാസിക്കൽ ഡാൻസ്. ഈ ഡാൻസിൻ്റെ ഒന്നും ഫുൾ വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല. കാരണം നമ്മളെ വീഡിയോ വളരെ ലെങ്തി ആയിപ്പോകും. അതുകൊണ്ട് നമ്മൾ ഡാൻസിൻ്റെയൊക്കെ ചെറിയ ഭാഗങ്ങളാണ് കേട്ടോ ഇട്ടിട്ടുള്ളൂ. ഈ ഡാൻസിന് വേണ്ടിയിട്ട് വളരെ നല്ലൊരു തീമൊക്കെ അവർ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവരുടെ ഈ ഡാൻസ് കഴിഞ്ഞപ്പം പിന്നെ അടുത്ത ഗ്രൂപ്പ് വന്നു. അതിലാണെങ്കിൽ അവരുടെ ഡാൻസ് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ സ്കൂൾ കാലഘട്ടമാണ് കേട്ടോ ഓർമ്മ വന്നത്. ഇതുപോലെ സാരിയൊക്കെ കൊടുത്ത് ഡാൻസ് കളിക്കുന്നത്. നമുക്ക് സ്കൂൾ പഠിക്കുന്ന സമയത്ത് സാരി ഉടുക്കാനുള്ള അനുവാദമില്ലല്ലോ. അപ്പം നമുക്ക് വല്ല പ്രോഗ്രാമും വരുമ്പോഴാണ്, ഡാൻസിൻ്റെ പ്രോഗ്രാം വരുമ്പോഴാണ് സാരി ഉടുക്കാനുള്ള അവസരം കിട്ടുക. അന്നൊക്കെ സാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലെ ഈ പാട്രിയോട്ടിക് സോങ്ങിൻ്റെ ഡാൻസും പാട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് എണീറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നുന്നുണ്ട്. കാരണം നമുക്കൊക്കെ രാജ്യസ്നേഹം ഉണ്ട്. എന്നാലും നമുക്ക് ഈ ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ ഒക്കെ വരുമ്പോൾ നമുക്കിതുപോലെ പാട്രിയോട്ടിക് സോങ് ഒക്കെ കേൾക്കുമ്പം ഒന്നും കൂടി നമ്മളെ രാജ്യസ്നേഹം കൂടുതലായി പോവില്ലേ? അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ശരിക്കും ഞാൻ പ്രോഗ്രാമിന് വരുന്നില്ലെന്ന് വിചാരിച്ചാണ്. മോളെ മാത്രം സ്കൂളിലോട്ട് അയക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ശരിക്കും ഇത് മിസ് ചെയ്യും കേട്ടോ. കാരണം അത്ര നല്ല പരിപാടിയായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ലാസ്റ്റ് ഡാൻസ്. നമ്മൾ ഇതുപോലെ സ്കൂളിൽ കുട്ടികളുടെ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും പോകണം കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ സ്കൂൾ കാലഘട്ടമൊക്കെ ഓർമ്മ വരും. അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയല്ലേ. ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ കുട്ടിക്കാലം. ഞാനല്ല, എല്ലാവരും മിസ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വലുതായാലോ എന്ന് തോന്നും. പക്ഷേ ശരിക്കും നമ്മൾ മിസ് ചെയ്യുന്നത് നമ്മളെ കുട്ടിക്കാലമായിരിക്കും കേട്ടോ. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് സ്വീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബിസ്ക്കറ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുത്തത്. അപ്പോൾ നമ്മളും ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് മോളുടെ സ്കൂളിലെ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പതിവ് പോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.